നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു നക്ഷത്രഫല പങ്ക്തിയിലേക്ക് സ്വാഗതം. ആദ്യമായി അശ്വതി നക്ഷത്രം. പങ്കാളികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കും, വ്യവഹാര വിജയം ഉണ്ടാകും, സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സഹോദരസ്ഥാനീയനുമായി കലഹത്തിന് സാധ്യത കാണുന്നുണ്ട്. ധനച്ചിലവ്, ദൂരയാത്രാക്ലേശം എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. എല്ലാവരും അനുകൂലമായ രീതിയിൽ പെരുമാറും, വിദ്യാപരമായ മുന്നേറ്റം ഉണ്ടാകും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരും, ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും, പ്രശസ്തിയും വിജയവും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ആത്മാർത്ഥമായ സഹകരണവും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. പുതിയ ചങ്ങാത്തങ്ങൾ ഉടലെടുക്കും, മേലുദ്യോഗസ്ഥർ സഹായിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ധനനേട്ടം, വ്യവഹാര വിജയം, ദേവാലയ ദർശനം, അംഗീകാരം, യാത്രാഗുണം എന്നിവ അനുഭവത്തിൽ വരും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. അനുകൂലമായ വിവാഹ ആലോചനകൾ വന്നു ചേരും, ആപത്തുകളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും, ഭാര്യ നിമിത്തം ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. തൊഴിൽ മേഖലയിൽ നിന്നും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും, ദാമ്പത്യ സുഖം ഉണ്ടാകും, ഗൃഹം മോടി പിടിപ്പിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ഉദ്യോഗത്തിൽ നിന്നും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും, വിദ്യാവിജയം ഉണ്ടാകും, ആഗ്രഹങ്ങൾ സഫലമാകും, ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. ഉല്ലാസകരമായ അനുഭവങ്ങൾ അനുഭവത്തിൽ വരും, ധനലാഭം ഉണ്ടാകും, ഉന്നത സ്ഥാനിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് പൂരം നക്ഷത്രമാണ്. ജീവിത പങ്കാളി മൂലം സുഖവും സമാധാനവും ഉണ്ടാകും, പല രംഗത്തും വിജയവും അംഗീകാരവും ഉണ്ടാകും, യാത്ര നിമിത്തം ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. അനാവശ്യമായ പണം ചിലവഴിക്കും, ലോണുകളും മറ്റും പ്രതികൂലമായേക്കാം, ജാമ്യം നിൽക്കരുത്. അടുത്തത് അത്തം നക്ഷത്രമാണ്. പുതിയ കൂട്ടുകെട്ടുകൾ മൂലം ജീവിതത്തിന് മാറ്റം ഉണ്ടാകാം, നാൽക്കാലി മുഖേന സാമ്പത്തിക നേട്ടം ഉണ്ടാകും, ബന്ധുഗുണം അനുഭവത്തിൽ വരാം. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. വിവാഹാദി കർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും, മറ്റുള്ളവരുടെ ആദരവ് നേടും, വിദേശയാത്രകൾ ഗുണകരമാകും, തടസ്സങ്ങൾ മാറിക്കിട്ടും. അടുത്തത് ചോതി നക്ഷത്രമാണ്. മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരാം, രോഗാവസ്ഥ, തെറ്റിദ്ധാരണകൾ എന്നിവ വന്നുഭവിക്കാം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന സംഗതികൾ സംജാതമാകും, സ്ത്രീകൾ മൂലം അസ്വസ്ഥത, ബന്ധുക്കളുടെ എതിർപ്പുകൾ വന്നു ചേരാം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ സഹായത്താൽ കാര്യലാഭം ഉണ്ടാകും, പ്രയത്നത്തിന് തക്കവണ്ണം സാമ്പത്തിക ലാഭം വന്നു ചേരും, കുടുംബ സുഖം ഉണ്ടാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകൾ അനുഭവത്തിൽ വരാം, അനാവശ്യമായി പണം ചിലവാകും, ശത്രുവർദ്ധനവ് ഉണ്ടാകാം. അടുത്തത് മൂലം നക്ഷത്രമാണ്. മാതാവിൻ്റെ ആരോഗ്യ പരിപാലനം നടത്തും, ദാമ്പത്യ ജീവിതം സാഹചര്യങ്ങൾ സന്തോഷപ്രദമായിരിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. സുഖാനുഭവങ്ങൾ, ഉല്ലാസയാത്രയിൽ ആഗ്രഹസാഫല്യം, പങ്കാളിക്ക് സമ്മാനങ്ങൾ എന്നിവ ലഭിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ആരെയും വിശ്വാസപൂർവ്വം ഒന്നും ഏൽപ്പിക്കരുത്, അന്യദേശവാസം അനുഭവത്തിൽ വരാം, ബന്ധുക്കളിൽ നിന്നുമുള്ള എതിർപ്പുകൾ വന്നു ചേരാം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. താൽക്കാലികമായ ജോലി സ്ഥിരപ്പെടും, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും, സർക്കാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും. അടുത്തതായി അവിട്ട നക്ഷത്രമാണ്. ശമ്പള വർധനവിന് യോഗം കാണുന്നുണ്ട്, അകന്നു നിന്നവർ അനുകൂലികളാകും, സ്ത്രീകൾക്ക് ധനവർദ്ധനവ് ഉണ്ടാകും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ശത്രുജയം ഉണ്ടാകും, പ്രണയകാര്യങ്ങളിൽ സന്തോഷിക്കാനുള്ള വകയുണ്ടാകും, കർമ്മരംഗം ഉഷാറാകും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ധനനഷ്ടം, തരംതാഴ്ത്തപ്പെടൽ എന്നിവ അനുഭവത്തിൽ വരാം, ഉന്നതരിൽ നിന്നും വിഷമകരമായ പ്രവർത്തികൾ വന്നു ചേരും. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം, ധനപ്രാപ്തി ഉണ്ടാകും, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. സേവന സന്നദ്ധത പ്രകടിപ്പിക്കും, കീർത്തി, പദവി എന്നിവ ലഭിക്കും, കീർത്തി, പദവി എന്നിവ നിമിത്തം മറ്റുള്ളവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മറ്റും ആശംസകളും മറ്റും ലഭിക്കുന്നതിനാൽ മാനസികമായ സന്തോഷം ഉണ്ടാകുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.